പക്ഷേ ഇത് മൂത്തതാണോ? നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയാലോ? കുത്തി നോക്കി വെള്ളം പോലെ മൂത്തായിരിക്കും. അതല്ല, ഇതൊക്കെ മൂത്തതെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. മുട്ടി നോക്കി. മൂത്ത ഡാഡി അത് രാവിലെ വന്ന് ഇവിടെ വന്ന് ചക്ക ഇട്ടോ? ഞാൻ നോക്കുമ്പോ എല്ലാം പൂത്ത് അശ്യോ എന്നാലും ഇതൊരു സംഭവമായി പോലെ ഡാഡി. ഇത്രയും ചക്ക രാവിലെ ഡാഡി ഒറ്റയ്ക്ക് വന്ന് ഇട്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോ എവിടം കഴിഞ്ഞിട്ട് ഇതേ കിടക്കണത് തീറൂല. എവിടം വരെ ഇതേ എവിടം വരെ കിട്ടുള്ളൂ. ആ കവലയില്ല മുകളിലത്തെ കവല. എല്ലാ ചക്ക ഇട്ടോ ഡാഡി? ആ പിഞ്ചു കൂഴച്ചക്ക അല്ലേ ഇത്? കൂഴച്ചക്ക വളർന്ന് കിടക്കുന്ന തിന്നോക്കിയാ എന്നാ മധുരമാണ്. സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഇവിടെ നാര അതുകൊണ്ട് തന്നെ മുളഞ്ഞിനേക്കാൾ ചോട്ടെ മുളഞ്ഞ മൂടി മൂടി വെച്ചിട്ടുണ്ട്. ഒരു ചക്ക പോലും മമ്മി കണ്ടാ വെറുതെ വിടില്ല. നിലത്ത് കിടക്കുന്നതാണേലും ഭയങ്കര നാര മധുരമുണ്ട്. നല്ല ടേസ്റ്റാ. നാരുണ്ട് തിന്നാ കുറെ തുപ്പിക്കാനുണ്ടോ? കൊതിച്ച് കഴിച്ചോ? ഇതൊക്കെ നാളെ 2 ദിവസം കൊണ്ട് കൊടുക്കും. മമ്മി കഴിച്ചോ? സൂപ്പർ ടേസ്റ്റാ. പുഴുങ്ങിയാലും നല്ലതായിരിക്കും. ഇത്ര മുളങ്ങിനുണ്ടായിരുന്നു. ചക്കയുടെയൊക്കെ സൂപ്പർ ആയിരിക്കും അല്ലേ? പിന്നെ മുട്ടനാണ് വേണം പറഞ്ഞോടെ. രാവിലെ വേറെ വല്ലതും കഴിച്ചിട്ട് വേറെ ഭക്ഷണം കഴിച്ചിട്ട് വേണം കഴിക്കും. ഇനി ഭക്ഷണമൊന്നും വേണ്ട, ഇത് മതി എന്നല്ലേ മീ? നല്ല രുചിയുണ്ട്. വേണം ഈ മറ്റപ്പില്ലാതെ പൂച്ചക്ക ഇല്ലല്ലോ. വേണമെന്നില്ല. നല്ല മധുരടാ. മമ്മി കഴിക്കാനായിട്ട് എനിക്ക് കഴിക്കാൻ തോന്നല്ല. സൂപ്പറാ. സൂപ്പറാണോ? ഏണ്ട് ഇഷ്ടപ്പെട്ടോ? ശ്വാസം കൂടി പോയി. പയ്യെ തിന്ന വർത്താനം സ്വസ്ഥമായിട്ട് തിന്നാൻ സമ്മതിക്കുന്നില്ല. കോഴിച്ചക്കയുടെ ഒരു വൃത്തികെട്ട ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ നിൽക്കൂലോ, അപ്പൊ നമ്മൾ കഴിച്ച് വിഴുകുന്നത് ഇവിടെ വരെ ചെല്ലും, ബാക്കി വായിലും ഇരിക്കും. ഇത്രയും ദൂരം ഇങ്ങനെ എടുക്കും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. അത് പറഞ്ഞറിയാൻ പറ്റില്ല, കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഴുങ്ങി കഴിഞ്ഞ പിറ്റേന്റെ ചക്കയെല്ലാം ചോന്ന വണ്ടി കേട്ടോ. പണി എടുപ്പിക്കാൻ മമ്മിയെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ചക്കയുടെ പരിപാടിയാ. മകൾക്ക് ഉറങ്ങാൻ നേരമില്ല. ഓഹോ, മകളത് അന്വേഷിച്ചു ചക്കയെല്ലാം പഠിപ്പിക്കാനാണ് മമ്മി. മമ്മി ഗുജറാത്തിൽ പോയി ക്ഷീണിച്ച വന്ന ക്ഷീണം മാറ്റാനുണ്ടോ മമ്മി ഇത്രയും ചക്ക ഇട്ട് വെച്ചേ? ക്ഷീണം മാറ്റാനുള്ള സാധനങ്ങളാണ് മൊത്തം. കൂഴച്ചക്ക നിന്ന് മമ്മി ഇനി ക്ഷീണം മാറ്റണം. കൂഴച്ചക്ക കൊണ്ട് നല്ല ചക്കയുടെ ഉണ്ടാക്കിയാണല്ലോ, നല്ല അതിന്റെ ചാറ് തന്നെ ഇങ്ങോട്ട് തൂത്തെടുക്കണം. ചക്ക വറക്കാം. ചക്ക വറക്കാൻ ഞാനും കൂടാന്നേ. ഉള്ള വറവരി എല്ലാം തിന്നണ്ടാവോ? കേറിങ് ചക്ക പുഴുങ്ങി തരാം, അതാ ഏറ്റവും നല്ലത്. ചക്ക പുഴുങ്ങാനാ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ആയി അല്ലേ? എല്ലാം ആയി. ഉച്ചക്ക് വേണമെങ്കിൽ കഴിക്കാം, വൈകിട്ടും കഴിക്കാം. ചക്ക പുഴുങ്ങാം, ചക്കപ്പഴം ഉണ്ടാക്കാം, ചക്കയുടെ ഉണ്ടാക്കാം, ചക്കപ്പഴം ഉണങ്ങാം. മമ്മി വന്നിട്ട് മമ്മിയെ കൊണ്ട് ചക്ക വറപ്പിച്ച് കഴിക്കാന്നൊക്കെ. ചക്കപ്പഴം കൊണ്ട് തിര ഉണ്ടാക്കാം. തിര ഇങ്ങനെ തൂത്ത് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ചക്ക വറുത്ത മതി. പിന്നെ വേണ്ട അതിനൊന്നും തിന്നണ്ട. ഇനി അമ്മയുടെ ഇഷ്ടമല്ല നോക്കണ്ട, കൊച്ചിന് നല്ലത് ഏതാന്ന് നോക്കി ചെയ്യണം. അമ്മായിമ്മയുടെ ഇഷ്ടം? അമ്മായിമ്മയുടെ ഇഷ്ടമല്ല, കൊച്ചിന് ഏതാണ് ഗുണം ചെയ്യണേ. നമ്മുടെ വയറൊക്കെ കുറഞ്ഞല്ലോ. എന്റെ വയറ് കൂടിയതാണോ? മമ്മി ചുമ്മാ ചക്കൊക്കെ പെറുക്കി വെക്കി. ഡാഡിയെ കൊണ്ട് ചക്ക ഇടിച്ചു. എനിക്ക് യാത്ര ചെയ്ത പെറുക്കിയെങ്കിലും വെച്ചൂടെ? യാത്രാക്ഷീണം മാറിയില്ല. എന്നാ വേണ്ട കേട്ടോ, ആരോഗ്യമില്ല. ചക്കയുടെ ഹോൾസെയിൽ ബിസിനസ് എല്ലാം തുടങ്ങിയാലോ? എന്നിട്ടാലോ? ഇപ്പൊ ആവശ്യത്തിന് ചക്ക ഉണ്ട്. കളയണ്ടല്ലോ എന്നോർത്താ. ഒന്നും കളയരുത്, റീസൈക്കിൾ ചെയ്യാം നമുക്ക്. നമ്മളൊരു സാധനം പുറത്ത് കളയില്ല, എല്ലാം കളയാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കഴിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് തൊട്ടരുത്. മമ്മിനെ തൊടട്ടേമേ. ഈ പിള്ളേർ ആ ചെളിയെല്ലാം കൂടെ എന്റെ ഉടുപ്പ കൊണ്ട് തൂക്കാനാണ്. പിന്നെ മമ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. അല്ല, മമ്മിയുടെ ഇട്ടേക്കണ ചുരിദാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴുകാൻ പറ്റില്ല, ഒരിക്കലും കഴുകാൻ പറ്റില്ല രാത്രി ചുരിദാറും.
എന്നിട്ട് എന്നും ഇടുകയും ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. പിള്ളേര് മക്കൾ കൊണ്ടുവന്നിട്ട് വലിയ ലോഹ്യം കൂടി സ്നേഹത്തിൽ വർത്താനം പറഞ്ഞ കൈ തൂത്ത് മേലെ എന്നെ തൊട്ടേ സ്നേഹിക്കുന്നില്ല എന്ന് പറയല്ലോ. നൈസായിട്ട് കൈ തുടച്ചങ്ങ് പോകും. ഈ വെട്ടി വേർക്കണ സമയത്ത് അലക്കാൻ പറ്റാത്ത ചുരിദാർ ഇട്ട് കിടക്കണ മമ്മിക്ക് ഒരു അവാർഡ് തന്നെ. നീ ഇവനെ എന്റെ മേത്ത് തൂക്കാൻ പറ്റും എപ്പോഴും അപ്പനൊരു ഓർക്കുണ്ടെന്ന്. അപ്പനെ ഗുജറാത്തിൽ നിന്നാ തോർത്ത് കടത്തിയില്ലേ? അതെ, തോർത്ത് അവിടുന്ന് കൊണ്ടുവന്നാണോ? ഇതിനു മുമ്പ് പോയപ്പോ കൊണ്ടുപോയതാ. ഇപ്രാവശ്യം പതിർത്തോണ്ട് പോന്നു. ആണോ? എനിക്ക്